Hello everyone, welcome to Zaira Learnings. Important commentators on Indian polity and society എന്ന ടോപ്പിക്കിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കോളറാണ് അതുൽ കോഹ്ലി. Atul Kohli is a professor of politics and international affairs at Woodrow Wilson School of Public and International Affairs, Princeton University. His principal research interests are in the area of political economy of developing countries. He served as the Vice President of American Political Science Association from 2009 to 2010. Atul Kohli ഇന്ത്യൻ പൊളിറ്റി സൊസൈറ്റി അതുപോലെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഇക്കോണമിയെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം കൂടുതൽ റിസർച്ച് നടത്തിയിട്ടുള്ളത്. അതുപോലെ മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ പൊളിറ്റിക്കൽ ഇക്കോണമിയെ കൂടി അദ്ദേഹം ആ ഒരു ഏരിയയെ കൂടി അദ്ദേഹം റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം അമേരിക്കൻ പൊളിറ്റിക്കൽ സയൻസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഫ്രം 2009 to 2010. Then coming to his major works, Imperialism and the Developing World, How Britain and the US Shaped the Global Periphery, Poverty and Plenty in the New India, State-Directed Development, Political Power and Industrialization in the Global Periphery, The State and Poverty in India, Democracy and Discontent, India's Growing Crisis of Governability. ഈ ബുക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പൊളിറ്റിക്കൽ ഇക്കോണമിയെ കുറിച്ച്, ഇക്കണോമിക് സ്ട്രക്ചേഴ്സിനെ കുറിച്ച്, ഇക്കണോമിക് ഇഷ്യൂസിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മേജർ കോൺസെപ്റ്റ്സിലേക്ക് വരികയാണെങ്കിൽ, അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ക്രൈസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുൽ കോഹ്ലി, ആഫ്റ്റർ സ്റ്റഡിയിങ് ഡിഫറെന്റ് സ്റ്റേറ്റ്സ്, he identified 4 different factors which played a major role in the crisis situation in Indian politics. അദ്ദേഹം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ കുറിച്ചും അവിടുത്തെ ഡെവലപ്മെന്റ് പാറ്റേൺസിനെ കുറിച്ചൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പല സ്റ്റേറ്റ്സിലെയും അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ പൊളിറ്റിക്സിൽ ക്രൈസിസ് ഉണ്ടാവാനുള്ള 4 കാരണങ്ങളുണ്ട് എന്നാണ് അതുൽ കോഹ്ലി പറയുന്നത്. ആദ്യത്തേത്, ദ ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ റോൾ ഓഫ് നാഷണൽ ആൻഡ് റീജിയണൽ ലീഡേഴ്സ്. അതായത് പല റീജിയണൽ ആൻഡ് നാഷണൽ ലീഡേഴ്സ്, അതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസ് അധികാരത്തിൽ വരുന്നതിന് ശേഷം അവർ ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനെയാണ് ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഇമ്പാക്ട് ഓഫ് വീക്ക് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻസ്റ്റെബിലിറ്റി, അൺസ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. ദി അൺഡിസിപ്ലിൻഡ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ ഓഫ് വേരിയസ് കാസ്റ്റ്, എത്തനിക്, റിലീജിയസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്. ഇന്ത്യയിൽ പല എത്തനിക് ഗ്രൂപ്പ്സ്, പല റിലീജിയസ് ആൻഡ് അതുപോലെ തന്നെ പല കാസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലുണ്ടാവുന്ന ചില ഫ്രാക്ഷൻസും, പല കാസ്റ്റിനും റിലീജിയൻസിനും ഇടയിൽ തന്നെ പല ഫ്രാക്ഷൻസ് ഉണ്ട്, പല ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം ഈ ഗ്രൂപ്പ്സിനിടയിലൊന്നും ഒരു യൂണിറ്റി ഇല്ല. ഇത് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്, പല ടെൻഷൻസിനും കാരണമാകുന്നുണ്ട്. ഈ കോൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡ്സ് വരുമ്പോൾ അത് യൂണിറ്റിയെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതിനെയാണ് അൺഡിസിപ്ലിൻഡ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ദി ഇൻക്രീസിങ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കോൺഫ്ലിക്ട്സ്. ഈ 4 കാര്യങ്ങളാണ് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ക്രൈസിസ് ഉണ്ടാക്കുന്നതിനുള്ള ഫാക്ടേഴ്സ് എന്നാണ് അതുൽ കോഹ്ലി ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട്, റീജിയണൽ വേരിയേഷൻ ഇൻ ഡെവലപ്മെന്റ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഡെവലപ്മെന്റൽ പാറ്റേൺസിൽ പല വ്യത്യാസങ്ങളുണ്ട്. ഇൻ പോവേർട്ടി അമിഡ് പ്ലെന്റി ഇൻ ദ ന്യൂ ഇന്ത്യ, അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയ വർക്കാണ് ഇൻ പോവേർട്ടി അമിഡ് പ്ലെന്റി ഇൻ ന്യൂ ഇന്ത്യ എന്നുള്ളത്. 2012 പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇൻ ദിസ് ബുക്ക്, അതുൽ കോഹ്ലി നോട്ടിസസ് regional variations in the impact of development policies in Indian states. In the light of the level of development or success of the policies, the state can be identified as. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും പല സംസ്ഥാന സർക്കാരുകളും പല ഡെവലപ്മെന്റൽ പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഏതൊക്കെ ലെവൽ ഓഫ് ഡെവലപ്മെന്റിലാണ് എന്ന് അതുൽ കോഹ്ലി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഡെവലപ്ഡ് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റ് പാറ്റേൺ ആണ് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഉള്ളത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 ലെവൽസ് ഓഫ് ഡെവലപ്മെന്റ്
ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 3 ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തേത് നിയോ പാട്രിമോണിയൽ ഡെവലപ്മെന്റ്. നിയോ പാട്രിമോണിയൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആ സംസ്ഥാനത്തിന്റെ പല റിസോഴ്സസും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നിയോ പാട്രിമോണിയൽ എന്ന് പറയുന്നത്. ഒരുപാട് ഇക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉള്ളൊരു അവസ്ഥയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ പേഴ്സണൽ മോട്ടീവ്സിന് വേണ്ടി റിസോഴ്സസ് ഉപയോഗിക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നിയോ പാട്രിമോണിയൽ എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ഡെമോക്രാറ്റിക്. ഗവൺമെന്റ് ഡെമോക്രാറ്റിക് വാല്യൂസിന്, അതുപോലെ ഇക്വാളിറ്റിക്ക്, അതുപോലെ ജനങ്ങളുടെ അവരുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനല്ല, മറിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഡെമോക്രാറ്റിക് വാല്യൂസിന്, അതുപോലെ തന്നെ ലിബർട്ടിക്ക്, ഇക്വാളിറ്റിക്ക്, ജനങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന്, അവരുടെ മെന്റൽ വെൽബീയിങ്ങിനൊക്കെ കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കൈൻഡ് ഓഫ് ഡെവലപ്മെന്റിനെയാണ്, അല്ലെങ്കിൽ അതിന് മുൻതൂക്കം നൽകുന്ന സംസ്ഥാനങ്ങളിലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റ് ഉള്ളത് എന്നാണ് അതുൽ കോഹ്ലി പറയുന്നത്. ദെൻ കമ്മിങ് ടു ഡെവലപ്മെന്റൽ ലെവൽ എന്ന് പറയുന്നത് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് മാത്രം പ്രാധാന്യം നൽകുന്ന സംസ്ഥാനങ്ങളിലുള്ള കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അവിടെ സോഷ്യൽ ഡെവലപ്മെന്റോ ഡെമോക്രാറ്റിക് ഡെവലപ്മെന്റോ ഒന്നും ആയിരിക്കില്ല, മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും ഗവൺമെന്റിന്റെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് 3 ലെവൽസ് ഓഫ് ഡെവലപ്മെന്റ് ഇൻ ഡിഫറെന്റ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു അതുൽ കോഹ്ലി. നിയോ പാട്രിമോണിയലിലേക്ക് വരുമ്പോൾ ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് അവിടെ ഉള്ളത്. സോഷ്യൽ ഡെമോക്രാറ്റിക്കിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി മെച്ചുവേർഡ് ആയ, എന്നാൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കുറവുള്ള കൈൻഡ് ഓഫ് ഡെവലപ്മെന്റ് ആയിരിക്കും. ഡെവലപ്മെന്റൽ പാറ്റേണിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രമേ അവിടെ ഉണ്ടാവൂ. അടുത്തതായിട്ട് ഇൻവേർട്ടഡ് യു കർവ് തിയറി. അതുൽ കോഹ്ലി പറയുന്നത് ഇന്ത്യയിലെ റീജിയണൽ മൂവ്മെന്റ്സിന് ഒരു ഇൻവേർട്ടഡ് യു കർവിന്റെ ഷേപ്പാണ് എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിലുള്ള പല പ്രാദേശിക പ്രസ്ഥാനങ്ങൾ തുടക്കത്തിൽ ഇത് ഒരു മൂവ്മെന്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നീട് അതിൻ്റെ ഒരു പീക്കിലെത്തുന്നത്, അതിന് കൂടുതൽ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടുന്നു, ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുന്നു, അവർക്ക് വലിയൊരു പോപ്പുലാരിറ്റി ആ ഒരു മൂവ്മെന്റിന് ലഭിക്കുന്നു. പിന്നീട് അത് സ്ലോലി അതിൽ ഡിക്ലൈൻ സംഭവിക്കുന്നു, അവസാനം അത് കംപ്ലീറ്റ്ലി ഫെയ്ഡ് ആകും. അങ്ങനെ ഒരു ഇൻവേർട്ടഡ് യു കർവിന്റെ ആകൃതിയിലാണ് ഇന്ത്യയിലെ റീജിയണൽ മൂവ്മെന്റ്സിന്റെ നേച്ചർ എന്നാണ് അതുൽ കോഹ്ലി പറയുന്നത്. The height of the curve will depend on how much support the demand gets from the public or external powers. ഈ റീജിയണൽ മൂവ്മെന്റ്സ് അതിന്റെ പീക്കിൽ എത്തുക എന്ന് പറയുന്നത് അതിന് കൂടുതൽ പബ്ലിക് സപ്പോർട്ട് കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ആ ഒരു മൂവ്മെന്റിന് അറ്റൻഷൻ കൊടുക്കുമ്പോഴാണ് അതിന്റെ പീക്കിലെത്തുന്നത്. പിന്നീട് ഇത് കുറയുന്ന സമയത്താണ് അതിൽ ഡിക്ലൈൻ സംഭവിക്കുന്നത്, അത് ഫെയ്ഡ് ആകുന്നത്. അപ്പൊ ഇന്ത്യയിലെ റീജിയണൽ മൂവ്മെന്റ്സിന്റെ നേച്ചറിനെ ആണ് അദ്ദേഹം ഇൻവേർട്ടഡ് യു കർവ് തിയറിയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. ഇതും അതുൽ കോഹ്ലിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട സ്കോളറാണ് റുഡോൾഫ് ആൻഡ് റുഡോൾഫ്. റുഡോൾഫ് ആൻഡ് റുഡോൾഫ് എന്ന് പറയുന്നത് 2 വ്യക്തികളാണ്, ലോയിഡ് ആൻഡ് സുസൈൻ റുഡോൾഫ്. Lloyd Rudolph was born in Chicago, USA on November 1st, 1927. Then Susanne Hauber Rudolph was born in Mannheim, Germany on April 6, 1930, the daughter of a German couple who fled Nazi Germany for the USA in 1939, received her PhD from Harvard in 1955. ഇവർ കപ്പിളാണ്, ലോയിഡ് ആൻഡ് സുസൈൻ റുഡോൾഫ്. ഇവർ മീറ്റ് ചെയ്യുന്നത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. and they got married in 1952. Known for their writings on Indian society and politics. റുഡോൾഫ് കപ്പിൾ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ചും പൊളിറ്റിക്സിനെ കുറിച്ചുമാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ ഗവൺമെന്റ് റുഡോൾഫ് കപ്പിളിന് പത്മഭൂഷൺ നൽകുന്നത് 2014
പിന്നീട് they got the ഇന്ത്യ അബ്രോഡ് ഫ്രണ്ട്ഷിപ്പ് അവാർഡ്. ഇന്ത്യ അബ്രോഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവാർഡ് റുഡോൾഫ് കപ്പിളിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് റിസർച്ച് നടത്തുന്നതിന് വേണ്ടി ഈ റുഡോൾഫ് സ്വീകരിച്ചിട്ടുള്ള ഒരു അപ്രോച്ചാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി അപ്രോച്ച്. ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിനെയും സൊസൈറ്റിയെ കുറിച്ചുമാണ് അവർ കൂടുതൽ റിസർച്ച് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയും പൊളിറ്റിക്സിനെയുമാണ് അവർ കൂടുതൽ അനലൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി അപ്രോച്ചാണ് റുഡോൾഫ് സ്വീകരിച്ചിട്ടുള്ളത്. Then coming to their major works, The Modernity of Tradition, Political Development in India, Education and Politics in India, The Regional Imperative, The Administration of US Foreign Policy towards South Asian States, Gandhi, The Traditional Roots of Charisma, Essays on Rajputana, In Pursuit of Lakshmi, The Political Economy of the Indian State, Reversing the Gaze, The Amar Singh Diary, A Colonial Subjects Narrative of Imperial India of Rajasthan. Postmodern Gandhi and Other Essays, Gandhi in the World and at Home, Explaining Indian Democracy, A 50-Year Perspective, Destination India, From London Overland to India and What We Learned There. ഈ എല്ലാ ബുക്സും ലോയ്ഡ് ആൻഡ് സുസൈൻ റുഡോൾഫ് ചേർന്ന് എഴുതിയിട്ടുള്ളതാണ്. Then coming to their views on modernity and tradition. റുഡോൾഫ് കപ്പിളിന്റെ ഒരു ഇനീഷ്യൽ വർക്ക് ആയിരുന്നു മോഡേണിറ്റി ഓഫ് ട്രഡിഷൻ, പബ്ലിഷ്ഡ് ഇൻ 1967. In this book, they challenged the common assumptions among Western scholars about the modernization and traditional values in India. പല വെസ്റ്റേൺ സ്കോളേഴ്സിനും ഇടയിലുള്ള ഒരു അഭിപ്രായമാണ് ഇന്ത്യയിൽ മോഡേണൈസേഷൻ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മോഡേണിറ്റി സംഭവിക്കുന്നില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം പല വെസ്റ്റേൺ സ്കോളേഴ്സും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊരു റിയാക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു വർക്കായിരുന്നു ദ മോഡേണിറ്റി ഓഫ് ട്രഡിഷൻ എന്നുള്ളത്. Like Kothari and Iqbal, they argued that in India there can be found a balance between tradition and modernity. ഇപ്പൊ മുഹമ്മദ് ഇക്ബാലും രജനി കോത്താരിയും ഒക്കെ പറയുന്നത് പോലെ ഇന്ത്യയിൽ ട്രഡിഷന്റെയും മോഡേണിറ്റിയുടെയും ഒരു ഫൈൻ ബാലൻസ് ഉണ്ട് എന്നാണ് റുഡോൾഫും പറയുന്നത്. They studied 3 traditional values in India which helped in modernization in Indian society. അതായത് ഇന്ത്യയിൽ സംഭവിക്കുന്നത് ട്രഡിഷണൽ വാല്യൂസിന്റെ ഒരു മോഡേണൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രഡിഷനും മോഡേണിറ്റിയും ഒരുപോലെ ഉണ്ട് എന്നാണ് റുഡോൾഫും പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി മോഡേണൈസ് ചെയ്യുന്നതിന് കാരണമായ 3 ട്രഡിഷണൽ വാല്യൂസിനെ കുറിച്ചും പറയുന്നുണ്ട്. ദാറ്റ് ഈസ് കാസ്റ്റ്, കരിസ്മാറ്റിക് ലീഡർഷിപ്പ് ആൻഡ് ലീഗൽ കൾച്ചേഴ്സ്. ഒന്ന് ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം, പിന്നെ ജനങ്ങൾക്കിടയിൽ അക്സെപ്റ്റൻസ് ഉള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള കരിസ്മാറ്റിക് ലീഡേഴ്സ്, ലീഗൽ കൾച്ചേഴ്സ്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ ലീഗൽ ട്രഡിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ 3 ട്രഡിഷണൽ വാല്യൂസുമാണ് ഇന്ത്യയെ മോഡേണൈസ് ചെയ്യാൻ കാരണമായിട്ടുള്ളത് എന്നാണ് റുഡോൾഫ് കപ്പിൾ പറയുന്നത്. പിന്നീട് ഇവരുടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബുള്ളോക്ക് ക്യാപിറ്റലിസം. Bullock capitalist, a new economically and politically influential class emerged after the Green Revolution. ഇന്ത്യയിൽ എമേർജ് ചെയ്തൊരു ന്യൂ കൈൻഡ് ഓഫ് അഗ്രികൾച്ചറൽ ക്യാപിറ്റലിസത്തിനെയാണ് ബുള്ളോക്ക് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഈ ജമീന്ദാരി സിസ്റ്റം, മറ്റ് ഫ്യൂഡൽ ലാൻഡ് ലോഡ് സിസ്റ്റം, ലാൻഡ് ഹോൾഡിംഗ് സിസ്റ്റം ഒക്കെ അവസാനിച്ചതിന് ശേഷം എമേർജ് ചെയ്തൊരു ന്യൂ മിഡിൽ ക്ലാസ്സിനെയാണ് ബുള്ളോക്ക് ക്യാപിറ്റലിസ്റ്റ് എന്ന് റുഡോൾഫ് വിളിക്കുന്നത്. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കൾട്ടിവേറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ they are essentially middle peasants and self-cultivators with 2.5 to 14.9 acres of land who are independent and prosperous. ഇൻഡിപെൻഡന്റ് ആയ സ്വന്തമായിട്ട് ഭൂമിയുള്ള കർഷകർ 2.5 to 14.9 acres of land, അത്രയും ഭൂമിയുള്ള കൾട്ടിവേറ്റേഴ്സിനെയാണ് ബുള്ളോക്ക് ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് പെസൻസ് ആയിരിക്കും. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള
കർഷകരായിരിക്കും. അപ്പോൾ ഗ്രീൻ റെവല്യൂഷന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്ലാസ് എമേർജ് ചെയ്തത്. ഗ്രീൻ റെവല്യൂഷന് ശേഷമാണ് കൂടുതൽ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യപ്പെട്ടത്. അങ്ങനെയാണ് ഒരു ന്യൂ മിഡിൽ ക്ലാസ്, ഒരു ന്യൂ അഗ്രികൾച്ചറൽ മിഡിൽ ക്ലാസ് എമേർജ് ചെയ്യുന്നത് എന്നാണ് റുഡോൾഫ് കപ്പിൾ പറയുന്നത്. അപ്പോൾ ഈ ബുള്ളോക്ക് ക്യാപിറ്റലിസത്തിൽ തന്നെയും ഈ ഒരു ട്രഡിഷൻ വേഴ്സസ് മോഡേണിറ്റി അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. അതായത് പല ട്രഡീഷണൽ ഇന്ത്യയിലെ ഉപയോഗിച്ചു വന്നിട്ടുള്ള, പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ള പല ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലേക്ക് മോഡേൺ മെത്തേഡ്സ് കൊണ്ടുവന്നപ്പോഴാണ് പ്രൊഡക്ടിവിറ്റി കൂടിയത്. ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് കുറെ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടായത്, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തത്. അതിലൂടെയാണ് ഈ ബുള്ളോക്ക് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ മിഡിൽ ക്ലാസ് പെസൻസ് എമേർജ് ചെയ്തത് എന്നാണ് ഡോൾസ് പറയുന്നത്. അതാണ് ബുള്ളോക്ക് ക്യാപിറ്റലിസം. അപ്പോ അതുൽ കൊയ്ലി ആൻഡ് ഹുസൈൻ ആൻഡ് ലോയിഡ് റുഡോൾഫിൽ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ വർക്ക്സ്, ദെൻ അവരുടെ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ടു ഇന്ത്യൻ പൊളിറ്റി ആൻഡ് സൊസൈറ്റി, ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച്, അതിലെ ക്രൈസിസിനെ കുറിച്ച്, ഇന്ത്യൻ പൊളിറ്റിക്കൽ ഇക്കോണമിയെ കുറിച്ചൊക്കെ ഈ തിങ്കേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. So with this, we have come to an end to the session. Thank you.